അൽ വഹദത്തു സാലിസ അദ്ദർസു സാനി അസ്സഹറത്തു സാഖിത്വ വീണപൂവ്. കുമാരനാശാന്റെ പ്രശസ്ത കവിതയായ വീണപൂവിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഹാദിഹിൽ അബിയാത്തു, ഈ വരികൾ താഴെ വരികൾ കൊടുത്തിട്ടുണ്ട്. ആ വരികൾ മഅഖൂദത്തും മിൻ മജ്മുഅത്തി ശിഅരി ലി അബീബക്കർ നന്മണ്ട, അബൂബക്കർ നന്മണ്ടയുടെ കവിതാ സമാഹാരത്തിൽ നിന്നും എടുക്കപ്പെട്ടവയാണ്. ഹുവ, അദ്ദേഹം അൽ മുതർജിമുൽ മഷ്ഹൂറു, പ്രശസ്തനായ ട്രാൻസ്ലേറ്റർ ആണ്. ലി കിതാബി വീണപൂവ്, വീണപൂവ് എന്ന പുസ്തകത്തിന്റെ അല്ലെങ്കിൽ വീണപൂവ് എന്ന കവിതയുടെ ട്രാൻസ്ലേറ്ററാണ് അദ്ദേഹം. വീണപൂവ് ആരുടേതാണ്? ലി ഷാഇരിൽ മഷ്ഹൂരി, കുമാരനാശാൻ, പ്രശസ്ത കവിയായ കുമാരനാശാന്റെ ഫിലോകത്തിൽ മലയാളമിയ, മലയാളത്തിലുള്ള വീണപൂവ് എന്ന കവിതയുടെ ട്രാൻസ്ലേറ്ററാണ് ഇദ്ദേഹം. 1907 വീണപൂവ് രചിക്കപ്പെടുന്നത്. ഉലിദ ഷായിറു അബൂബക്കർ നന്മണ്ട ബി ചാവക്കാട്, പെരുമ്പടപ്പിൽ, ചാവക്കാട് പെരുമ്പടപ്പിൽ എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. വലഹു ഇദ്ദത്തു അഷ്ആരിൻ ഫി ഫന്നി ശിഅരി, കവിതയുടെ കലകളിൽ അല്ലെങ്കിൽ കവിതയുടെ പല വിഭാഗങ്ങളിലായിക്കൊണ്ട് അദ്ദേഹത്തിന് ധാരാളം കവിതകളുണ്ട്. ഫി അബ്വാബി തഹാനി, അഭിനന്ദനത്തിന്റെ കവിതകൾ, അഭിനന്ദിച്ചുകൊണ്ട് എഴുതിയ കവിതകൾ. വൽ വസ്ഫി, വർണ്ണനയുടെ കവിതകൾ. വറസായ്, അനുശോചന കവിതകൾ. അങ്ങനെ ഒരുപാട് കവിതകൾ അദ്ദേഹത്തിനുണ്ട്. വക്കഥ, അതേപ്രകാരം തന്നെ ആദാബു തുഫൂലത്തിൽ അറബിയ, അറബ് ബാലസാഹിത്യവും ഇദ്ദേഹത്തിനുണ്ട്. ബാലസാഹിത്യ കൃതികൾ അറബിയിൽ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഐലൻ വമിൻ അഷ്ആരിഹിൽ മഷ്ഹൂറ, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കവിതകളിൽപ്പെട്ടതാണ് അൽ അദ്റാറു ബിന്ദു അദ്നാൻ, ബിസ്മി ഒഴിവാക്കാം, ഈ കവിത അദ്നാൻ അയിനായിരിക്കണം. വസ്ഫല്ലി ലുഗത്തിൽ അറബിയ, അറബി ഭാഷയെ പ്രകീർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അറബി ഭാഷയെ വർണ്ണിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ അൽ അദ്റാറു ബിന്ദു അദ്നാൻ എന്ന കവിത. വദിക്ര ഖാലിസാത്തുൻ എന്ന ഒരു കവിത, അത് ഹുവ മദ്ഹു കെ എം മൗലവി അൽ മഷ്ഹൂരി വ അഅ്മാലിഹി അൽ ജലീല, പ്രശസ്തനായ കെ എം മൗലവിയെയും അദ്ദേഹത്തിന്റെ അഅ്മാൽ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും മദ്ഹ് ചെയ്തുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് എഴുതിയ ഒരു കവിതയാണ് ദിക്ര ഖാലിസാത്ത് എന്നത്. വകദാലിക, അതേപ്രകാരം തന്നെ അദ്ദേഹത്തിന് അശ്ശൈത്വാൻ എന്ന കവിതയുമുണ്ട്. വൽ ഉഹ്വത്തുൽ ഇസ്ലാമിയ എന്ന കവിതയുമുണ്ട്. വഖദ് നുഷിറത്ത് അസ്സഹറത്തു സാഖിത്ത ഫിൽ ലുഗത്തിൽ മലയാളമിയ അവലൻ, ആദ്യമായിട്ട് മലയാളത്തിൽ അസ്സഹറത്തു സാഖിത്ത, വീണപൂവ് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഫി ജരീദത്തി മിതവാദി, മിതവാദി എന്ന പത്രത്തിലാണ്. ബിസന അൽഫിൻ വ തിസ്അമിഅ വ സബ്അ മിലാദിയ, 1907. വഹാദിഹി ഫന്നുൻ ജദീദുൻ വ ഖയാലുൻ റാഇഉൻ ഫി ശിഅരിൽ മലയാളമി, ഈ കവിത മലയാള കവിതയിൽ പുതിയൊരു രൂപമായിരുന്നു, പുതിയൊരു കലയായിരുന്നു. വ ഖയാലുൻ റാഇഉൻ, അതേപോലെ ആകർഷകമായ ഒരു ഭാവനയായിരുന്നു, ഭാവനയിലുള്ള കവിതയായിരുന്നു. വയുസവ്വിറു ഷാഇറു കുമാരനാശാൻ ഫി ശിഅരിഹി ഹാദ, അദ്ദേഹം കുമാരനാശാൻ തന്റെ ഈ കവിതയിൽ യുസവ്വിർ ചിത്രീകരിക്കുന്നു അൻ ഹയാത്തി സഹറത്തി, ഒരു പൂവിന്റെ ജീവിതത്തെ, മിനൽ വിലാദത്തി ഇലൽ മൗത്തി, ജനനം മുതൽ മരണം വരെ, ഒരു പൂവിന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതത്തെയാണ് അദ്ദേഹം ഈ കവിതയിൽ ചിത്രീകരിക്കുന്നത്. മുഷബ്ബിഹൻ, സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് പൂവിനെ എന്തുമായിട്ട്, വ മുദക്കിറൻ, ഓർത്തുകൊണ്ട്, ബി ഹയാത്തിൽ ഇൻസാനിൽ ഫാനിയ, പൂവിന്റെ ജീവിതത്തെ നശിച്ചു പോകുന്ന മനുഷ്യന്റെ ജീവിതവുമായി സാദൃശ്യപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ കവിത രചിച്ചിട്ടുള്ളത്. വഫീഹി, ആ കവിതയിലുണ്ട് ഇഹ്ദാവ അർബഊന ബൈത്തൻ ജമീലൻ, മനോഹരമായ 41 ബൈത്തുകൾ, 41 വരികൾ. വ ഇന്നമ ഔറദ്ന ബഅള മിൻഹ, അവയിൽ ചില വരികളാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണവ. ഈ ബൈത്തുകൾ വീണപൂവ് എന്ന കവിതയിലെ 22, 23, 24 എന്നീ വരികളാണ്. ഇവയാണ് ആ വരികൾ. ഇത് വായിച്ചു നോക്കിയാൽ കുറെയൊക്കെ മനസ്സിലാവുന്നതാണ്. പൂവിനെ കുറിച്ച് പറയുകയാണ്. പൂവ് താഴേക്ക് വീണപ്പോൾ എന്ത് സംഭവിച്ചു? ശരീരത്തിന്റെ കാന്തിയുടെ വ്യാപനം നിന്നുപോയി, മറഞ്ഞുപോയി. മറഞ്ഞുപോയി.
ഇന്തിഷാറു ബഹാ ഇൽ ജിസ്മി, ശരീരത്തിന്റെ സൗന്ദര്യം, ബഹ മീൻസ് സൗന്ദര്യം, സൗന്ദര്യത്തിന്റെ വ്യാപനം, സൗന്ദര്യം വ്യാപിക്കുന്നത് നിന്നുപോയി. ശരീരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂവാണ്, പൂവിന്റെ ശരീരം. പൂവിനെ മനുഷ്യനോട് സാദൃശ്യപ്പെടുത്തിയാണ് കവിത രചിച്ചിരിക്കുന്നത് എന്ന് നാം പറഞ്ഞു. ഫി അജലിൻ, പെട്ടെന്ന്, വീണപ്പോൾ സൗന്ദര്യം നിന്നുപോയി. വസ്വദ്ദ, കറുത്തുപോയി, പൂവ് കറുത്തുപോയി. വന്നലുറു മിൻ വജിഹി, പൂവിന്റെ മുഖത്ത് നിന്നും സൗന്ദര്യവും നഷ്ടപ്പെട്ടു പോയി. നലറ മീൻസ് സൗന്ദര്യം. ബി ഇഖ്ലാലിൻ, അല്പാൽപമായി പൂവിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു. ദഹ്നു സിറാജി ജദീദൻ, പുതിയ വിളക്കിലെ എണ്ണ, ജഫ, അത് വറ്റിപ്പോയി. ദഹ്നു സിറാജി ജദീദൻ, പുതിയ വിളക്കിലെ എണ്ണ, ജഫ, വറ്റിപ്പോയി. എന്തൊരു കഷ്ടം. ദുഹ്നുൻ ഇൻലന, പുകയടങ്ങിപ്പോയി. ഇൻലന, അടങ്ങി. ദുഹ്ൻ, പുക. ഇൻതഫ ബഗ്തതൻ, പെട്ടെന്ന് തന്നെ ആ വിളക്ക് അണഞ്ഞുപോയി. മദാമിൻ അഖ്വാലിൻ, എന്ത് പറയാനാണ്. ലമ്മാ സഖത്തി, നീ വീണപ്പോൾ, പൂവെ നീ വീണപ്പോൾ. വഖദ് ബാനൽ അലാഖത്തു, ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോയി, ബന്ധം അറ്റുപോയി, ബന്ധം അകന്നുപോയി. കഷ്ടം. അതായത് ചെടിയിൽ നിന്നും, പൂവും ചെടിയും തമ്മിലുള്ള ബന്ധം അറ്റുപോയി. മുരേഹതൻ ബി നസീമിൽ ഫജ്രി, എങ്ങനെയാണ് വീണത്. ഫജ്റിലെ, പ്രഭാതത്തിലെ ഇളം കാറ്റിന്റെ തലോടലിൽ നീ വീണപ്പോൾ നിന്റെ ചെടിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോയി. മിൻ ആലിൻ, ഉന്നതിയിൽ നിന്നും, ഉയരത്തിൽ നിന്നും, അതായത് ചെടിയുടെ ഉയരത്തിലാണ് പൂവിരിക്കുന്നത്. ഉയരത്തിൽ നിന്നും കാറ്റുകൊണ്ട് താഴേക്ക് വീണപ്പോൾ പൂവിന്റെ ചെടിയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോയി. ഹക്കൻ, സത്യമായും. റഅ, കാണുന്നു. സഹർ, പൂവെ നിന്നെ കാണുന്നു. അൽ ഇഖാല കൗകബൻ, ഒരു നക്ഷത്രത്തിന്റെ ഉദയം പോലെ. വീണ പൂവിനെ കാണുമ്പോൾ ഒരു നക്ഷത്രമാണെന്ന് കരുതാം. ഔ റൂഹൻ, അല്ലെങ്കിൽ ഒരു ആത്മാവിനെ പോലെ കരുതാം. ഹവ അൻ നഈമില്ലാഹി, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളിൽ നിന്നും, ദൈവത്തിന്റെ സ്വർഗത്തിൽ നിന്നും താഴേക്ക് പതിച്ച, ബിഇജാലിൻ, പെട്ടെന്ന് താഴേക്ക് പതിച്ച ഒരു ജീവനാണെന്ന് വിചാരിക്കപ്പെടാം, അല്ലെങ്കിൽ ഒരു നക്ഷത്രമാണെന്ന് കരുതപ്പെടാം. ഫൽ അർലു ഹാറത്ത്, ഭൂമി പേടിച്ചു. ഹാറത്ത്, പേടിച്ചു. ലദാ അൻ അബ്സറത്ത്, അത് കണ്ടപ്പോൾ. അബ്സറ, കണ്ടപ്പോൾ. എന്ത് കണ്ടപ്പോൾ. യസിലുൽ ജിസ്മു, ഇല എന്നല്ല അലിഫിലാമാണ്. യസിലുൽ ജിസ്മു, അൽ ജിസ്മുൽ മലീഹു, സുന്ദരമായ ഒരു ശരീരം എത്തുന്നത് കണ്ടപ്പോൾ ഭൂമി പേടിച്ചു. സുന്ദരമായ ശരീരം മീൻസ് സുന്ദരമായ ഒരു പൂവ് വീഴുന്നത് കണ്ടപ്പോൾ ഭൂമി പേടിച്ചു. മഅ ഇഖ്ശിറാറിൽ ഔസാലി, ശരീരം വിറച്ചുകൊണ്ട്. ഇഖ്ശിറാർ മീൻസ് വിറക്കൽ, ഔസാല് ശരീരം. മനോഹരമായ ഒരു ശരീരം വിറച്ചുകൊണ്ട് താഴേക്ക് വീഴുന്നത് കണ്ടപ്പോൾ ഭൂമി പേടിച്ചു. ഇദൻ ബിറഅശതിഹ മൻ ഹൗലഹ തറഫത് ബിസറഹി, അതിന്റെ ആ വിറയൽ അതിന്റെ ചുറ്റുമുള്ളതിനൊക്കെ മനസ്സിലായി, ആ ചുറ്റുമുള്ളതൊക്കെ അറിഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ ചുറ്റുമുള്ളതിനൊക്കെ അനുഭവപ്പെട്ടു ആ വിറയൽ. എന്താണ് ചുറ്റുമുള്ളത്. ആ പൂവ് വീണപ്പോൾ പൂവിന്റെ ചുറ്റുമുള്ളതിനൊക്കെ അനുഭവപ്പെട്ടു. ചുറ്റുമുള്ളത് അസ്താവ്, ആശാബ്, അബ്കാൽ, പുല്ലുകളൊക്കെയാണ്. ആശാബ്, അബ്കാൽ, അസ്താവ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ചെറിയ പുല്ലുകൾ. ചെറിയ ചെറിയ പുല്ലുകൾക്കൊക്കെ ഇതിന്റെ വിറയൽ അനുഭവപ്പെട്ടു. ആ പുല്ലുകളൊക്കെ കോൾമേർ കൊണ്ടു ഈ പൂവിന്റെ വീഴ്ചയിൽ. ഈ വരികളുടെ മുമ്പും ശേഷവും വായിക്കണം, എന്നാൽ മാത്രമേ അതിന്റെ ശരിയായ ആശയം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഷറഹ് ഒന്ന് നോക്കാം. ഈ വരികളുടെ ഷറഹാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, വായിച്ചു പോകാം. ലഖദ് ഫഖദൽ ജിസ്മു ഹുസ്നഹു വ ജമാലഹു, ശരീരത്തിന് അതിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതായത് പൂവിന് അതിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി പൂവ് എന്ന് പറയുന്നത് മനുഷ്യ ശരീരമാക്കിയാൽ മനുഷ്യ ശരീരത്തിന് അതിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. മിസ്ഉർഅത്തൻ, പെട്ടെന്ന് പൂവ് താഴേക്ക് വീണപ്പോൾ, ഞെട്ടിട്ട് വീണപ്പോൾ അതിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു. വ കല്ലൽ ബിഷർ വ സുറൂറു മിന്നൽ വജിഹി ഖലീലൻ ഖലീലൻ, പൂവിന്റെ മുഖത്ത് നിന്നും കുറച്ചായിട്ട് അല്പാൽപമായിട്ട് സുറൂർ, സന്തോഷമൊക്കെ നഷ്ടപ്പെട്ടു, സന്തോഷമൊക്കെ കുറഞ്ഞുപോയി. ഫമാദാസ അഖൂലു, ഞാൻ എന്ത് പറയും. വാ അസഫ, കഷ്ടം. ലഖദ് ജഫത്ത് വ നസഫത്ത് സൈത്തുൽ മിസ്ബാഹിൽ ജദീദ്, പുതിയ വിളക്കിലെ എണ്ണ വറ്റിപ്പോയി. ജഫ നസഫ മീൻസ് വറ്റിപ്പോയി. യാ അസഫൻ, എന്തൊരു കഷ്ടം. ഖദ് ഫാറഖത്തിൽ അലാഖത്തു ഇൻദ സുഖൂതികി, പൂവെ നിന്റെ വീഴ്ചയിൽ, ഇലൽ അർളി, ഭൂമിയിലേക്കുള്ള നിന്റെ വീഴ്ചയിൽ നിന്റെ ബന്ധം നഷ്ടപ്പെട്ടു പോയി, ചെടിയുമായുള്ള ബന്ധം വിട്ടുപോയി.
അലാ മൗജാത്തിൻ നസീം, നസീമിന്റെ തലോടലിൽ, മന്ദമാരുതന്റെ ഇളങ്കാറ്റിന്റെ തലോടലിൽ നീ താഴേക്ക് വീണപ്പോൾ നിന്റെ ചെടിയുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. വലുന്ന കരുതപ്പെടും അന്ന സുഖൂത്ത സഹറത്തി, ഈ പൂവിന്റെ വീഴ്ച എന്തായിക്കൊണ്ട് കരുതപ്പെടും? കനജിമിൻ, ഒരു നക്ഷത്രമായിക്കൊണ്ട്, സക്കത്ത താഴേക്ക് വീണ നക്ഷത്രമാണെന്ന് കരുതാം പൂവിനെ കണ്ടാൽ. ഔ റോഹിൻ ഹവത് ആൻ ജന്നത്തിൻ നഈമി ബിസുർഅത്തിൻ, പെട്ടെന്ന് സ്വർഗത്തിൽ നിന്നും അല്ലെങ്കിൽ അനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ നിന്നും ദൈവത്തിന്റെ അടുക്കൽ നിന്നും താഴേക്ക് പതിച്ച വീണ ഒരു ആത്മാവ്, ഒരു ജീവനാണെന്ന് കരുതാം. ഫതഹയ്യറത്തിൽ അർളു, ഭൂമി പേടിച്ചു, ഇന്ദ സുഖൂത്തി സഹറത്തി, ഈ പൂവിന്റെ വീഴ്ചയിൽ. അത്രയും വായിച്ചാൽ മതി. 5-ാമത്തെ വരിയുടെ ശറഹ് അതുവരെയാണുള്ളത്. ലാസ്റ്റ് വരിയുടെ ശറഹ് ഇവിടെ കൊടുത്തിട്ടില്ല.